ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ 6th മൊഡ്യൂളാണ്. സോ 6th മൊഡ്യൂളിൽ നമുക്ക് ബേസിക്കായിട്ടും പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് അതിൽ വരുന്ന സെക്യൂരിറ്റി ഇഷ്യൂസ്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, അതിൻ്റെ കോമ്പോണൻസ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് LTE ആർക്കിടെക്ചറും LTE ഇൻ്റർഫേസസ് കാര്യങ്ങളുമാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് 5Gയും ലൈഫൈയും ഒക്കെയാണ്. 6th മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് LTE ആർക്കിടെക്ചറാണ്. കാരണം നിങ്ങളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കാണാം, ബാക്കി എല്ലാ ടോപ്പിക്കുകളും മാറി മാറി ചോദിച്ചിട്ടുണ്ടെങ്കിലും LTEയുടെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊബൈൽ കമ്പ്യൂട്ടിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ അതിൽ വരാൻ സാധ്യതയുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതുപോലെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയും പിന്നെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ ബേസിക് കോമ്പണൻസ് എന്താണെന്നുള്ളതായിരിക്കും. LTE ആർക്കിടെക്ചർ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസും ചെറിയ ചെറിയ മാർക്കുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. ഓക്കെ, സോ എന്താണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിച്ച് 6th മൊഡ്യൂൾ വരെ എത്തി, നിങ്ങൾക്കിപ്പോൾ ഒരു ബേസിക് ഐഡിയ ഉണ്ടാവുമല്ലോ. ആ പേര് പറയുന്നത് പോലെ മൊബൈൽ ഡിവൈസസ് വെച്ചിട്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പോലെയോ മൊബൈൽ ഫോൺസ് പോലെയോ നമ്മുടെ ടാബൊക്കെ പോലെ വയർലെസ് എനേബിൾഡ് ആയിട്ടുള്ള ഡിവൈസസ് വെച്ചിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് നമ്മൾ ജനറലി മൊബൈൽ കമ്പ്യൂട്ടിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. നമുക്ക് വീഡിയോസ് ട്രാൻസ്ഫർ ചെയ്യാം, വോയിസ് ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ തന്നെ ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ, പല ഫോമിലുള്ള ഡേറ്റാസൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വയർലെസ് എനേബിൾഡ് ആയിട്ടുള്ള ഡിവൈസസ് ആയിരിക്കും. അവിടെ ഒരു ഫിക്സഡ് ഫിസിക്കൽ ലിങ്ക് ഒന്നും വേണ്ട. അങ്ങനെ ഒരു മീഡിയത്തിൽ കൂടി നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നടത്താൻ പറ്റുന്ന ആ ടെക്നോളജി ആയിരിക്കും നമ്മൾ ജനറലി മൊബൈൽ കമ്പ്യൂട്ടിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. So mobile computing is a technology that allows transmission of data, voice and video via a computer or any other wireless enabled device without having to be connected to a fixed physical link. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, പിന്നെ മൊബൈൽ ഹാർഡ്വെയർ ആൻഡ് മൊബൈൽ സോഫ്റ്റ്വെയർ. ഇതായിരിക്കും മൊബൈൽ കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയുടെ ബേസിക് കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. മൊബൈൽ കമ്പ്യൂട്ടിങ്ങിൽ വരാൻ സാധ്യതയുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ നമ്മൾ മൊബൈൽ ടെക്നോളജി അല്ലെങ്കിൽ മൊബൈൽ കമ്പ്യൂട്ടിംഗ് ടെക്നോളജി എന്താണെന്ന് പറഞ്ഞു. നമുക്ക് ഒരു വയർലെസ് എനേബിൾഡ് ആയിട്ടുള്ള ഡിവൈസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതിനെയാണ് നമ്മൾ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വയർലെസ് എനേബിൾഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ, അങ്ങനത്തെ ഒരു ഡിവൈസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ സെക്യൂരിറ്റി ഇഷ്യൂസ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോൾ ജനറലി നമ്മുടെ മൊബൈൽ ഫോൺസൊക്കെ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതല്ലേ. നമ്മൾ കുറേ സൈബർ അറ്റാക്സിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ കേൾക്കുന്നതാണല്ലേ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെയും വരാൻ സാധ്യതയുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ അറ്റാക്സ് എന്ന് പറയുന്നത്. മെയിനായിട്ടും വരുന്നത് എന്താണെന്ന് വെച്ചാൽ ലോഡ്സ് ഓഫ് ഡിവൈസസ് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ ഓരോ ഡിവൈസ് അല്ലെങ്കിൽ ഓരോ യൂസറിനെയും മോണിറ്റർ ചെയ്തിട്ട് അവർ പ്രോപ്പർ യൂസേജ് ആണോ നടത്തുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. സോ മോണിറ്ററിങ് ഈച്ച് ആൻഡ് എവറി യൂസർ ഓർ ദി യൂസേജ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത്. കാരണം ആളുകൾ പലതരത്തിലാണ്, പലരും പല രീതിയിൽ പല ഇൻറ്റൻഷനോടെ ആയിരിക്കും നമ്മളുടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഡിവൈസസും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്നതും ഡേറ്റ ട്രാൻസ്മിഷൻ നടത്തുന്നതും. ചിലർ എത്തിക്കലി നോർമൽ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, ചിലർ അൺഎത്തിക്കലായിട്ടുള്ള പ്രാക്ടീസ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ പ്രാക്ടീസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓൺലൈനൊക്കെ ഇഷ്ടം പോലെ ഫ്രോഡൻ്റ് ആയിട്ടുള്ള ന്യൂസസ് കേട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ കേസസും ഒക്കെ ചെയ്യുന്നവരും ഉണ്ട്. സോ ഓരോരുത്തരെയും പോയി ഓരോരുത്തരും പ്രോപ്പറായിട്ടാണോ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ അത്രത്തോളം കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട്. അതാണ് പറയുന്നത് മൊബൈൽ കമ്പ്യൂട്ടിംഗ് ഹാസ് ഇറ്റ്സ് ഫെയർ ഷെയർ ഓഫ് സെക്യൂരിറ്റി കൺസേൺസ് ആസ് എനി അതർ ടെക്നോളജി. ഡ്യൂ ടു ഇറ്റ്സ് നൊമാഡിക് നേച്ചർ ഇറ്റ്സ് നോട്ട് ഈസി ടു മോണിറ്റർ ദി പ്രോപ്പർ യൂസേജ്. നൊമാഡിക് നേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി വേരിയേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു, റാൻഡം ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കണക്ഷൻസ് എല്ലാം ഓരോ ടൈമിലും ഓരോ ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ
The users might have different intentions on how to utilize this privilege. Improper and unethical practices such as hacking, industrial espionage, pirating, online fraud, and malicious distractions are some but few of the problems experienced by mobile computing. ഇപ്പോൾ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. സെക്കൻഡ് മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ക്രെഡൻഷ്യൽ വെരിഫിക്കേഷനാണ്. നമുക്കറിയാം വയർലെസ് നെറ്റ്വർക്കിലൂടെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. നമ്പർ ഓഫ് യൂസേഴ്സ് അവിടെ ഉണ്ടാവും. അവരവരുടെ യൂസർ നെയിംസും പാസ്വേഡ്സും ഒക്കെ അവിടെ ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ ദർ ആർ ചാൻസസ് ഒരാൾക്ക് വേറൊരാളായിട്ട് അവിടെ ആക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രിറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്ത് വേറൊരാൾക്ക് നിങ്ങളാണെന്ന് അവിടെ കാണിക്കാനായിട്ട് പറ്റും. സോ ഈ ക്രെഡൻഷ്യൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്നതും ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ് നമ്മുടെ മൊബൈൽ കമ്പ്യൂട്ടിങ്ങിൽ. ബിക്കോസ് അത്രയും ആൾക്കാരുണ്ട്, അവരുടെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. Most companies are very reluctant to implement mobile computing to the dangers of misinterpretation. The problem of identity theft is very difficult to contain or eradicate. ഈ ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ വേറൊരാളായിട്ട് ആക്ട് ചെയ്യുക. ഞാൻ നിങ്ങളുടെ ഒരാളുടെ യൂസർ നെയിം പാസ്വേഡ് ഹാക്ക് ചെയ്തിട്ട് നിങ്ങളാണെന്ന് എനിക്കവിടെ പ്രിറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഔട്ട്സൈഡറിലുള്ള ഒരാൾക്ക് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ആക്സസ് ഗെയിൻ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് മൊബൈൽ കമ്പ്യൂട്ടിങ്ങിൽ വരാൻ സാധ്യതയുള്ള മേജർ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്താണെന്ന് നോക്കാം. സോ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആ പേരിൽ തന്നെയുണ്ട്, ഇൻഫർമേഷനെ സെക്യൂർ ചെയ്യുന്നത്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് മെസ്സേജ് എന്ന് പറയാം. എനിക്ക് ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരാളോട് ഒരു മെസ്സേജ് പാസ് ചെയ്യണമെന്നുണ്ടാവും, വേറെ ആരും അറിയരുതെന്നുണ്ടാവും. അപ്പോൾ അത് എങ്ങനെ എനിക്ക് പ്രോപ്പറായിട്ട് സെക്യൂർ ചെയ്തിട്ട് അയാളിലേക്ക് എത്തിക്കാൻ പറ്റും, അതിനൊക്കെ ഉള്ള ആ ആർട്ടിനെയാണെങ്കിൽ ആ ഒരു മെത്തേഡിനെയാണ് നമുക്ക് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയാൻ പറ്റുക. So information security is an art of keeping the message secret, that is to encrypt and hide it from others getting to know it. നേരത്തെ സൂചിപ്പിച്ച അതേ കാര്യം തന്നെ, ദ ആർട്ട് ഓഫ് കീപ്പിംഗ് ദി മെസ്സേജ് സീക്രട്ട്. നമ്മളുടെ മെസ്സേജിനെ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുക. ഇവിടെ എങ്ങനെയായിരിക്കും നമ്മൾ മെസ്സേജിനെ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുന്നത്? അതിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി കോഡഡ് ഫോമിലേക്ക് മാറ്റുക. നിങ്ങൾക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് മാത്രം അറിയാവുന്ന ഒരു കോഡഡ് ഫോമിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളവിടെ ഇൻഫർമേഷനെ സെക്യൂർ ചെയ്യുന്നത്. ഇനി നമ്മളുടെ ഈ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ കുറച്ച് ബേസിക് ടേംസ് അല്ലെങ്കിൽ ബേസിക് കോമ്പോണൻസ് ഉണ്ട്. ആ ബേസിക് കോമ്പോണൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ നമുക്ക് എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടിയിട്ടൊരു കോഡ് വേർഡ് പഠിക്കാം, CIANATA. CIANATA, CIANATA. സോ ഈ CIANATA, CIAയ്ക്കും NATAയ്ക്കും ഒക്കെ ഓരോ ഓരോ ലെറ്ററിനും ഓരോ റെപ്രസെൻറ്റേഷൻ ഉണ്ട് കേട്ടോ. CIA നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഒക്കെ നല്ല ഒരു ഫേമസ് ആയിട്ടുള്ള മൂവിയാണല്ലേ, കോമറേഡ്സ് ഇൻ അമേരിക്ക ആണെന്ന് തോന്നുന്നു. അതല്ല ഇവിടെ നമുക്ക് CIAയ്ക്ക് അതിൻ്റേതായ മീനിങ് ഉണ്ട്. സോ C എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് കോൺഫിഡൻഷ്യാലിറ്റിയാണ്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇതൊരു കോൺഫിഡൻഷ്യൽ ഡോക്യുമെൻ്റ് ആണ്, അതായത് പുറത്തോട്ട് ഡിസ്ക്ലോസ് ചെയ്യാതെ എങ്ങനെ അതിനെ സേഫായിട്ട് കീപ്പ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എൻക്രിപ്ഷൻ വഴിയായിരിക്കും നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് I റെപ്രസെൻറ്റ് ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ DBMSലൊക്കെ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഡേറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ എറർ ഫ്രീ ആയിട്ട് ഡേറ്റേനെ കീപ്പ് ചെയ്യുന്നതിനെയാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അയക്കുന്ന ഡേറ്റ അതേ ഫോമിൽ തന്നെ റിസീവറിൽ എത്തുന്നുണ്ട്, അതേ എറർ ഒന്നും വന്നിട്ടില്ല അല്ലെങ്കിൽ ഡേറ്റ ലോസ് ഒന്നും വന്നിട്ടില്ല എന്ന് എൻഷുർ ചെയ്യുന്നതിനെയായിരിക്കും നമ്മൾ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുക. ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറേ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ട്രാൻസാക്ഷനിലൊക്കെ നമ്മൾ ചെക്ക് സംസ് ആഡ് ചെയ്യും, പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആഡ് ചെയ്യാം, ഇങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്ന A ആണ്. A റെപ്രസെൻ്റ് ചെയ്യുന്നത് അവൈലബിലിറ്റീനാണ്. നമുക്കൊരു സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ അവൈലബിൾ ആയിരിക്കണം, ആ സർവീസ് ഡിനൈ ചെയ്യാൻ പാടില്ല. അതാണ് അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് N റെപ്രസെൻറ്റ് നോൺ റെപ്യൂഡിയേഷൻ.
ഈ നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ്, ഇപ്പോൾ ഒരു സെൻഡറും റിസീവറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നു, സെൻഡർ ലേറ്റർ ക്ലെയിം ചെയ്യുകയാണ് ഞാൻ ഈ മെസ്സേജ് അയച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കതവിടെ സ്ഥാപിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അവർക്ക് അതിൽ നിന്ന് ഒഴിവാകാനായിട്ട് പറ്റില്ല, നമ്മളവിടെ എൻഷുർ ചെയ്തെടുക്കുന്നുണ്ടാവും. നെക്സ്റ്റ് എ റെപ്രസെൻറ്റ് ഓതറൈസേഷൻ അല്ലെങ്കിൽ ഓതൻറ്റിക്കേഷൻ എന്നും പറയാം കേട്ടോ. ഓതൻറ്റിക്കേഷൻ എന്താണ്? രണ്ട് പാർട്ടീസിൻ്റെ ഐഡൻറ്റിറ്റീനെ നമ്മൾ വെരിഫൈ ചെയ്യുന്നതിനെയായിരിക്കും ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഓതൻറ്റിക് എന്ന് പറഞ്ഞാൽ അലൗഡ് ആയിട്ടുള്ള ആൾക്കാർ എന്നൊക്കെ നമ്മൾ പറയില്ല, അപ്പോൾ അത് വെരിഫൈ ചെയ്യുന്നതിനെയായിരിക്കും. ടി റെപ്രസെൻറ്റ് ട്രസ്റ്റ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സെക്യൂരിറ്റി പോളിസീസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ യൂസേഴ്സിന് ഓരോ ക്രെഡൻഷ്യൽസ് അസൈൻ ചെയ്ത് കൊടുക്കുകയും അവർ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനായിരിക്കും നമ്മൾ ട്രസ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ആൻഡ് ഫൈനലി എ മീൻസ് അക്കൗണ്ടിങ്. ഇവിടെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സർവീസ് പ്രൊവൈഡർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം നെറ്റ്വർക്ക് നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് എമൗണ്ട് വാങ്ങുന്നില്ലേ, ഒരു പർട്ടിക്കുലർ എമൗണ്ട് നെറ്റ്വർക്കിൻ്റെ യൂസേജിനനുസരിച്ച്, അതിനെയായിരിക്കും നമ്മളിവിടെ അക്കൗണ്ടിങ് എന്ന് പറയുക. സോ ദ സർവീസ് പ്രൊവൈഡർ കളക്ട് എ ഫീസ് ബേസ്ഡ് ഓൺ ദി യൂസേജ് ഓഫ് ദി സർവീസ്. അതായത് നമ്മുടെ നെറ്റ്വർക്ക് യൂസേജിനെ അവിടെ മീറ്റർ ചെയ്തിട്ട് ഒരു യൂണിറ്റ് എമൗണ്ട് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുന്നുണ്ട്, അതിനെയായിരിക്കും ഇവിടെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഇൻഫോർമേഷൻ സെക്യൂരിറ്റിയുടെ ബേസിക് കോമ്പണൻസ് എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ ഒരു 4 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൊബൈൽ കമ്പ്യൂട്ടിംഗ് ടെക്നോളജി എന്താണ്, അതിൽ വരുന്ന സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്താണ്, അതിൻ്റെ കോമ്പണൻസ് എന്താണെന്നുള്ളതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് LTE എന്താണെന്ന് പഠിക്കാം. താങ്ക്